ഇന്നലെ തൊട്ട് ശരണ്യാണല്ലോ ചർച്ചാ വിഷയം. സൂപ്പർ ശരണ്യ എന്നൊക്കെയാണ് ആൾക്കാർ വിളിക്കുന്നത്. ആളെ മനസ്സിലായില്ലേ? കുടകിലെ ട്രക്കിങ്ങിൽ പോയി 4 ദിവസം കാട്ടിൽ കുടുങ്ങി തിരിച്ചു വന്ന വെറും 36 വയസ്സ് മാത്രം പ്രായമുള്ള കോഴിക്കോട്ടുകാരെ കുറിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത്. ഈ സംഭവം ഇപ്പൊ ചെറിയ വിവാദമായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ശരണ്യ ഫുൾ ഉടായ്പാണെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ കുറെ പേർ രംഗത്ത് വന്നു കഴിഞ്ഞു. വൈറലാവാൻ വേണ്ടിയുള്ള നാടകമാണെന്നൊക്കെയാണ് പലരും പറയുന്നത്. വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ വെറും മണിക്കൂറുകൾ കൊണ്ട് ജനവാസ മേഖലയിൽ എത്താൻ കഴിയുന്ന ഒരു കാട്ടിലാണ് ശരണ്യ കുടുങ്ങിയതെന്നാണ് ഈ മലയിൽ ട്രക്കിങ്ങിന് പോയ ആളുകൾ പറയുന്നത്. അങ്ങനെ ഇരിക്കെ എന്തുകൊണ്ടാണ് 4 ദിവസം എടുത്തിട്ടും ആ കാട്ടിൽ നിന്നും ശരണ്യക്ക് രക്ഷപ്പെടാൻ കഴിയാതിരുന്നത് എന്ന് പലരും ചോദിക്കുന്നു. അത് മാത്രമല്ല, ആളുകൾക്ക് ഇനിയും കുറെ സംശയങ്ങളുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് എന്താണ് ശരണ്യക്ക് സംഭവിച്ചത് എന്ന് നോക്കാം. കുടകിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ് ഈ തടിയന്റെ മോൾ എന്ന് പറയുന്ന പീക്ക്. അവിടേക്കാണ് ഈ പറയുന്ന ശരണ്യ കുറച്ച് ആളുകളുടെ കൂടെ ട്രക്കിങ്ങിന് പോകുന്നത്. ഏകദേശം 10ഓളം ആൾക്കാരുണ്ടാവും. എല്ലാവരും സ്ട്രേഞ്ചേഴ്സ് ആണ്, പരസ്പരം അറിയാത്ത ആളുകളാണ്. അങ്ങനെ ട്രക്കിങ്ങിനിടയിൽ കാട്ടിനുള്ളിൽ വെച്ച് ശരണ്യക്ക് വഴി തെറ്റി. ഏപ്രിൽ 2-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. അന്ന് ഉച്ചയ്ക്ക് ശരണ്യ താമസിച്ചിരുന്ന ഹോം സ്റ്റേയിലേക്ക് ഒരു കോൾ വന്നു. ട്രക്കിങ്ങിനിടയിൽ വഴി തെറ്റിപ്പോയി എന്ന് മാത്രം അറിഞ്ഞുകൊണ്ട് ആ കോൾ അവസാനിക്കുകയും ചെയ്തു. അങ്ങനെ ഈ കോള് വന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ശരണ്യയുടെ കൂടെ ഉണ്ടായിരുന്ന ബാക്കി എല്ലാവരും ട്രക്കിംഗ് കഴിഞ്ഞ് തിരിച്ചെത്തി. അതോടെ ശരണ്യ മിസ്സിംഗ് ആണെന്ന് ഉറപ്പായി. തിരച്ചിലും തുടങ്ങി. അവിടുത്തെ ലോക്കൽസ് ആണ് തിരച്ചിലിന് നേതൃത്വം കൊടുത്തെന്ന് തോന്നുന്നു. 3 ദിവസം തിരച്ചിൽ നീണ്ടു നിന്നു. അങ്ങനെ ഒടുവിൽ ഇന്നലെ വൈകിട്ടാണ് ശരണ്യെ കാട്ടിനുള്ളിൽ ഒരു പാറപ്പുറത്ത് വെച്ച് കണ്ടുകിട്ടുന്ന സമയത്ത് ആൾക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ശാരീരികമായിട്ടാണെങ്കിലും മാനസികമായിട്ടാണെങ്കിലും പുള്ളിക്കാരി ഫിറ്റ് ആയിരുന്നു. 4 ദിവസം കാട്ടിനുള്ളിൽ പെട്ടുപോയതിന്റെ യാതൊരു പ്രശ്നവും ശരണ്യക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എല്ലാവരെയും ഞെട്ടിച്ചത്. രക്ഷപ്പെട്ടതിന് ശേഷം ശരണ്യ മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടുനോക്കാം. കുഴപ്പമൊന്നുമില്ലായിരുന്നു. അത് ചെറുതായിട്ട് വഴിതെറ്റിയതാണ്. ഞാൻ താഴെ ഇറങ്ങിയപ്പോഴേക്കും മേലെയുള്ള ആൾക്കാരെ ഒന്നും കാണാൻ പറ്റിയില്ല. ടോപ്പിൽ കുറച്ച് പേരെ കണ്ടിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് എത്താൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് സൈഡിലൂടെ കറങ്ങി വന്നു. അപ്പോൾ വന്നപ്പോഴേക്കും മേലെ ആളെ കാണാനില്ല, താഴെ കാണാനില്ല. സോ ഐ തിങ്ക് എനിവേ താഴോട്ടാണല്ലോ പോകേണ്ടത്. അതുകൊണ്ട് കുറേ താഴേക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പം പിന്നെ നെറ്റ്വർക്ക് ലോസ് ആയി. പിന്നെ ഫോറസ്റ്റ്, നല്ല ഡെൻസ് ഫോറസ്റ്റ് ആയിരുന്നു. പിന്നെ ഇല്ല എന്തായാലും ഒരു 500 ml വാട്ടർ ബോട്ടിൽ മാത്രമേ ഉണ്ടായിരുന്നു. 6:45 വരെ ഞാൻ നടന്നു. ലാസ്റ്റ് ടൈം ഞാൻ ലാസ്റ്റ് ടൈം ഞാൻ എൻ്റെ ഒരു ഓഫീസിലെ ഫ്രണ്ട് ഉണ്ട് യദു, അവനൊന്ന് കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. ഐ ലോസ് മൈ പാത്ത്, ഇതിൻ്റെ ആരണ്യ സംതിങ്, അതിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് വിളിക്കാവോ മെസ്സേജ് ടൈപ്പ് ചെയ്തപ്പോഴേക്കും 1% ആയി, ഫോൺ ഓഫ് ആയി. പിന്നെ ഓക്കെ, ഈ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി എന്ന് ശരണ്യ പറഞ്ഞതാണ് ആളുകൾക്ക് സംശയം തോന്നാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. രാവിലെ ട്രക്കിങ്ങിന് ഇറങ്ങി വൈകുന്നേരം ആയപ്പോഴേക്കും മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി എന്നൊക്കെ പറയുമ്പോൾ അതിൽ എന്തോ ഒരു അസ്വാഭാവികത ഉണ്ട് എന്ന് ആളുകൾക്ക് സംശയം തോന്നിയാൽ കുറ്റം പറയാൻ പറ്റൂല. കാരണം ഇച്ചിരി കോമൺ സെൻസ് ഉള്ള ആളുകളാണെങ്കിൽ ഇങ്ങനെ ട്രക്കിങ്ങിന് പോകുമ്പോൾ മൊബൈൽ ഫോൺ ഫുൾ ചാർജ് ആക്കിയിട്ട് ട്രക്കിങ്ങിന് പോകത്തുള്ളൂ. ശരണ്യ അങ്ങനെ തന്നെയാണ് പോയതെന്ന് നമുക്ക് അനുമാനിക്കാം. ഈ ട്രക്കിംഗ് ആയതുകൊണ്ട് തന്നെ മൊബൈൽ ഫോൺ യൂസേജ് വളരെ കുറവായിരിക്കും എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാലോ അല്ലെ. ഈ മലയും കാടും ഒക്കെ കയറുന്നതിന്റെ ഇടയിൽ മൊബൈൽ ഫോൺ നോക്കാൻ സമയം ഉണ്ടാവണമെന്നില്ല. സമയം മാത്രമല്ല, ഈ കാട് കയറുന്ന സമയത്ത് മൊബൈലിൽ കളിക്കാനുള്ള വൈബിലാവില്ലല്ലോ, വേറെ തന്നെ ഒരു വൈബാവല്ലോ. പിന്നെ ഫോട്ടോ എടുക്കാനാണെങ്കിൽ ശരണ്യയുടെ കയ്യിൽ ക്യാമറയും ഉണ്ടായിരുന്നു. സോ ഫോട്ടോ എടുത്തും മൊബൈലിൽ ചാർജ് കഴിയാൻ സാധ്യതയില്ല. പിന്നെ എങ്ങനെയാണ് മൊബൈലിലെ ചാർജ് തീർന്നത് എന്നതാണ് ചോദ്യം. ആരെങ്കിലും കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ലൊക്കേഷൻ ഒന്ന് ഷെയർ ചെയ്യാൻ പോലും കഴിയുന്നതിന് മുമ്പ് ആ ഫോൺ സ്വിച്ച് ഓഫ് ആയതാണ് പലർക്കും സംശയം തോന്നാൻ കാരണം. എന്തായാലും ശരണ്യക്ക് പറയാനുള്ളത് ബാക്കിയോട് കേട്ടോക്കാം. 6:45 വരെ ഞാൻ നടന്നു. പിന്നെ ഒരു സ്ട്രീമും ഒരു വലിയ ഒരു റോക്കി അങ്ങനത്തെ ഒരു ഏരിയയിലെത്തി. അപ്പോൾ അതിത്തോട്ട് പിന്നെ ഞാൻ ക്ലൈം ഡൗൺ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് അവിടെ വന്നു. ഫസ്റ്റ് ഡേ മോർണിംഗ് കുറച്ച് കാലൊക്കെ വേദനിച്ചുകൊണ്ട് നടക്കേണ്ട വിചാരിച്ചു. ആളുകൾക്ക് സംശയം തോന്നാനുള്ള മറ്റൊരു കാരണം ഇതാണ്. കാല് വേദനിച്ചുകൊണ്ട് ഒരു ദിവസം മുഴുവനും ശരണ്യ വെറുതെ ഇരുന്നു പോലും. എവിടെയാണ് വെറുതെ ഇരിക്കുന്നതെന്ന് ഓർക്കണം. കൊടും കാടിനുള്ളിലാണ്, അതും ഒറ്റയ്ക്ക്. കയ്യിൽ ഭക്ഷണമൊന്നുമില്ല, ആകെയുള്ളത് വെള്ളം മാത്രമാണ്. നോർമലായ മനുഷ്യൻ ആ സമയത്ത് എന്താണ് ചെയ്യുക? ചെറിയ കാലുവേദന ഉണ്ട്, ഇന്നിനി റെസ്റ്റ് എടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് അവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കുകയോ? ഒരിക്കലും ഇല്ല. ആ സമയത്ത് കാലുവേദന ഓർക്കുക പോലുമില്ല. എങ്ങനെയും അവിടുന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് മാത്രമായിരിക്കും ചിന്ത. വെറും 12 കിലോമീറ്റർ മാത്രം നടന്നാൽ രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു കാടിനുള്ളിൽ കാലുവേദന ആണെന്നും പറഞ്ഞ് ആരെങ്കിലും വെറുതെ ഇരിക്കും? ആനയും മറ്റു മൃഗങ്ങളും ഒക്കെ ഇറങ്ങുന്ന കാടിനുള്ളിൽ നിന്നും എങ്ങനെയും രക്ഷപ്പെടാനല്ല എല്ലാവരും നോക്കുക. ഈ 12 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ വെറും 2-3 മണിക്കൂർ നടന്നാൽ മതിയാകും. അതും കുറച്ച് നടന്ന ശേഷം കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്ത് അങ്ങനെ മെല്ലെ പോയാൽ മതി. എന്നാലും രാവിലെ നടത്താൻ തുടങ്ങിയാൽ ഉച്ച ആകുമ്പോഴേക്കും കാട്ടിൽ നിന്നും പുറത്തെത്താൻ കഴിയും. അങ്ങനെ ആകുമ്പോൾ കാലുവേദന ആണെന്നും പറഞ്ഞ് റെസ്റ്റ് എടുത്തു എന്ന ശരണ്യോട് തുറന്നു പറച്ചിൽ പലരുടെയും നെറ്റി ചൊളിച്ചു എന്നുള്ളതാണ്. എന്തായാലും ശരണ്യക്ക് പറയാനുള്ളത് ബാക്കിയോട് കേട്ടോക്കാം. സെക്കൻഡ് ഡേ നല്ല വിസിബിലിറ്റിയുള്ള ഏരിയ ആണ് മേലെ. അപ്പോൾ ഡ്രോൺ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ കാണട്ടെ. സെക്കൻഡ് ഡേ അവിടെ നിന്നു.
ബെസ്റ്റ്. ഫസ്റ്റ് ഡേ കാലുവേദനാണെന്ന് പറഞ്ഞ് റെസ്റ്റ് എടുത്ത് കളഞ്ഞു, അത് പിന്നെയും പോട്ടെന്ന് വെക്കാം. രണ്ടാം ദിവസം ശരണ്യ എന്ത് ചെയ്തു എന്ന് കേട്ടില്ലേ? ആ വഴി വല്ല ഡ്രോണും വരുന്നുണ്ടെന്ന് നോക്കിയിരുന്നു പോലും. എന്തൊക്കെ കേൾക്കണം ഇനി ദൈവമേ. ആകെ 2 മണിക്കൂറേ നടക്കാനുള്ളൂ, അതിന് പോലും ശ്രമിക്കാതെ ഡ്രോണും വരുന്നത് നോക്കി ആകാശത്തേക്ക് കണ്ണു നട്ടിരിക്കുന്ന ശരണ്യയുടെ ആ ബ്രില്യൻസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. വല്ലാത്ത ജാതി, ഒന്നും പറയാനില്ല. എന്തായാലും ബാക്കിയോട് കേട്ടോ നോക്കാം. തേർഡ് ഡേ എൻ്റെ പ്ലാന് രാവിലെ 6 o'clock മേലത്തേക്ക് നടക്കുക എന്നായിരുന്നു. പക്ഷെ അന്ന് മഴ പെയ്തു നന്നായിട്ട്. ഉച്ചയ്ക്ക് മഴ പെയ്തു, വൈകിട്ടൊരു 1 hour കണ്ടിന്യൂസ് റെയിൻ ആയിരുന്നു. അപ്പോൾ എല്ലാം നനഞ്ഞു. അത് കാരണം പിന്നെ നെക്സ്റ്റ് ഡേ പ്ലാനും കൂടെ ഇതായി. ബിക്കോസ് രാത്രി ഉറങ്ങാനൊന്നും പറ്റില്ല, കംപ്ലീറ്റ് കോൾഡായിരുന്നു. പിന്നെ ആദ്യത്തെ ദിവസം കാലുവേദന, രണ്ടാമത്തെ ദിവസം ഡ്രോൺ വരുന്നുണ്ടെന്ന് നോക്കിയിരുന്നു, മൂന്നാമത്തെ ദിവസം മഴ പെയ്തു. എന്തൊക്കെ കാരണങ്ങളാണല്ലേ. ആള് വഴി തെറ്റിയത് എൻജോയ് ചെയ്യുകയായിരുന്നു എന്ന് തോന്നുന്നു. രക്ഷപ്പെടണം എന്നുള്ള യാതൊരു ചിന്തയും ആൾക്കില്ല. ഓരോ തൊടിന്യായങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കാതെ ആ പാറപ്പുറത്ത് ചമ്രം പടിഞ്ഞിരിക്കുകയായിരുന്നു ആളുടെ പരിപാടി എന്ന് പറയുന്നത്. എന്താല്ലേ ഇങ്ങനെയുണ്ടോ ആൾക്കാര്? എന്തോ ബാക്കി ഉണ്ടോക്കാം. ഇന്ന് ഒരു 12 o'clock വരെ ഞാൻ വെയിറ്റ് ചെയ്തു. മീൻസ് എല്ലാം വെറ്റായിരുന്നു. ആനയുള്ള ഏരിയ തോന്നുന്നു. ഇല്ല പേടി തോന്നിയില്ല, എന്തുകൊണ്ടാണ് എനിക്കറിയില്ല. ഒരു കൊടും കാടിനുള്ളിൽ 4 ദിവസം ഒറ്റപ്പെട്ടു പോയിട്ടും പേടി തോന്നിയിട്ടില്ല എന്നൊക്കെ കേൾക്കുന്ന സമയത്ത് എന്തോ അത്ഭുതം തോന്നിപ്പോവാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു അനുഭവം ഉണ്ടായി കഴിഞ്ഞാണെങ്കിൽ ഏത് കൊലകൊമ്പരൊന്ന് പതറും. അങ്ങനെയുള്ളപ്പോഴാണ് ശരണ്യക്ക് ഒട്ടും പേടി തോന്നിയില്ല എന്ന് പറയുന്നത്. എന്തോ അതങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. രാത്രി റോഡിലൂടെ ഇറങ്ങി നടക്കുമ്പോൾ പോലും ചിലപ്പോൾ പേടി തോന്നാറുണ്ട്. കുട്ടിക്കാലത്തൊക്കെ ഞാൻ രാത്രി റോഡിലൂടെ നടക്കുന്ന സമയത്ത് ഇടയ്ക്കിടെ പിറകിലോട്ട് തിരിഞ്ഞു നോക്കിയാണ് നടന്നിരുന്നത്. ഇപ്പോഴും രാത്രിയിൽ വിജനമായ ഒരു സ്ഥലത്തിലൂടെ പോകുന്ന സമയത്ത് പേടി തോന്നാറുണ്ട്. സോ ഇവിടെ ശരണ്യ പറയുന്നത് സത്യമാണെങ്കിൽ അവരെ സമ്മതിച്ചെന്ന് കേട്ടോ. ബാക്കി കേട്ടോക്കെ എന്തായാലും എന്തെങ്കിലും സൂചനകൾ അവശേഷിച്ചിരുന്നു ഇപ്പോൾ വഴിയിൽ ഇവർക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും മാർക്കുകൾ? ഇല്ല, എന്റെ കയ്യിൽ കരുതിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അത് ചെറിയ ട്രക്കാന്നാണ് കേട്ടത്. അത് കാരണം ഞാൻ ഒന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് വാട്ടർ, ക്യാമറ, ഫോൺ അത്രേ ഉണ്ടായിരുന്നു. പിന്നെ ഇന്നൊരു 12 o'clock പിന്നെയും ഭയങ്കര ക്ലൗഡായിരുന്നു. അത് കാരണം ഞാൻ വെച്ചാൽ ഇനിയും വെയിറ്റ് ചെയ്താൽ കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പൊ തന്നെ നനഞ്ഞ എല്ലാ സാധനവും കൂടെ എടുത്തിട്ട് മേലേക്ക് നടന്നു. ഒരു ഇല്ല, എനിക്ക് വെള്ളം കുടിച്ചു. ഡെയിലി ഒരു 3 liter വാട്ടർ കുടിക്കും. ഞാൻ ഇടയ്ക്കൊക്കെ വെറുതെ സ്ട്രീം ചെയ്ത് നോക്കും, ആരെങ്കിലും കേൾക്കും. അങ്ങനെ ഞാൻ കുറച്ച് മേലേക്ക്, ഒരുപാട് മേലേക്ക് കയറിയപ്പം ഒരു മരത്തിന്റെ സൈഡിൽ ഇങ്ങനെ ഇരിക്കായിരുന്നു. ആ സമയത്ത് ആരുടെയും സൗണ്ട് കേട്ടു. അപ്പം ഞാൻ സംസാരിക്കുമ്പോൾ എന്തോ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവർ ആക്ച്വലി ഒരു 4 or 5 kilometers അവേ ആയിരുന്നു ആ ടൈം. വിത്തിൻ കുറച്ച് എത്ര മിനിറ്റ്സ് എനിക്കില്ല, അത്രയും കുറഞ്ഞ സമയം കൊണ്ട് ഇവർ എൻ്റെ അടുത്ത് എത്തി. ഞാൻ ഡെയിലി രാവിലെ വൈകിട്ടൊക്കെ വെറുതെ ട്രൈ നോക്കും, ആരെങ്കിലും കേൾക്കുന്നുണ്ട്. അങ്ങോട്ട് പോയത് പിന്നെ അത് നിൽക്കുന്ന സ്ഥലമല്ല, അത് ആരും പോവില്ല അങ്ങനത്തെ സ്ഥലം. ഉറപ്പായിട്ടും ഇവരിന്നലെ നൈറ്റ് ഒക്കെ ട്രൈ ചെയ്തു എന്നാണ് പറയുന്നത്. ഇവരുടെ എന്തോ മല ഉണ്ടായിരുന്നു. അതിന്റെ ഓഫീസ് ടീം മൊത്തം ഇവിടെ ഉണ്ട്. ആദ്യമായിട്ടാണ്. ശരണ്യ, ഞങ്ങള് അവിടെ മിനിയാന നൈറ്റ് എല്ലാം അവിടെ എല്ലാം നമ്മ ബെൽങ്ങിനകത്ത് കൂത്തിട്ട് അതെല്ലാം കേട്ടിന് നമുക്ക്. മിനിയാന നൈറ്റ്, ഇന്നലെ നൈറ്റ് എല്ലാം നമ്മ അവിടെ കേട്ടിട്ടില്ല. ಅಲ್ಲಿ ಮಂಚಾನೋ ನಿಪುಲ ഞാൻ വിചാരിച്ചിപ്പോ 3 ദിവസമൊക്കെ കണ്ടപ്പം ആരും, ഞാനൊരു ഡ്രോണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് എക്സ്പെക്ട് ചെയ്തത്. അതുകൊണ്ട് ഞാൻ വിസിബിലിറ്റിയുള്ള ഏരിയ തന്നെ സ്റ്റേ ചെയ്ത് 2 ദിവസം. അപ്പം എനിക്ക് മേ ബി അറിഞ്ഞിട്ടില്ലായിരിക്കും. നടന്നു നോക്കാം. ഇന്ന് എൻ്റെ പ്ലാൻ ലൈക്ക് ഏതെങ്കിലും ഒരു പീക്കിലെത്തുക, എത്തിക്കഴിഞ്ഞാൽ മീൻസ് തടീൻ്റെ മോൾ ആവണമെന്നില്ല, ഏതെങ്കിലും ഒരു പീക്കിലെത്തിയാൽ താഴത്തേക്ക് നോക്കിയാൽ ഐദർ തടീൻ്റെ മോൾ കണ്ടുപിടിക്കാൻ പറ്റും, ഹയസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ട്രെക്കിൻ്റെ ട്രെയിൽ കാണാൻ പറ്റും. അതായിരുന്നു പ്ലാൻ. ശരണ്യ കുടുംബം മാത്രമല്ല, സുഹൃത്തുക്കൾ മാത്രമല്ല, കേരളം മൊത്തം ശരണ്യക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. ഇങ്ങനെയൊന്നും കരുതിയിരുന്നില്ല. ഇല്ല. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇങ്ങനെ വൈറലാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് ശരണ്യ പറയുന്നത് അല്ലെ. എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഇനി മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയ മലയാളിയായ ഷെയ്ഖ് ഹസൻ ശരണ്യയുടെ വിഷയത്തിൽ ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളതെന്ന് കേട്ടോക്കാം. ശരണ്യെ നമുക്ക് റെസ്ക്യൂ ചെയ്യാൻ പറ്റി. ശരണ്യ തിരിച്ചു വന്നു. ഷീസ് എ ബോൾഡ് ഗേൾ, എല്ലാം ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ പുള്ളിക്കാരിയെ റെസ്ക്യൂ ചെയ്ത് പത്രക്കാർക്ക് കൊടുത്ത ആ ഒരു അഭിമുഖത്തിന്റെ അകത്ത് എനിക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ട്. ഞാനും പാങ്കോട്ട് പക്ഷി സങ്കേതം എന്ന് പറഞ്ഞൊരു പക്ഷി സങ്കേതമുണ്ട്. ഒരു 4-5 മണിക്കൂർ ഞാൻ പെട്ടുപോയതാണ്. കോടയൊക്കെ വന്നിട്ട് വഴി തെറ്റിയിട്ട്.
അപ്പോൾ അന്ന് ഉണ്ടായ എനിക്കൊരു പരിഭ്രാന്തി എനിക്കറിയാം. അല്ലെങ്കിൽ പലപ്പോഴും യാത്ര ചെയ്ത് കാട്ടിലോ ട്രക്കിങ്ങിൻ്റെ ഇടയ്ക്കോ വഴി തെറ്റി ഒരുപാട് പേരുണ്ടായിരിക്കും. അവരെല്ലാവരും ഇത് കേൾക്കണം. ഞാൻ എൻ്റെ ഡൗട്ട്സ് റേസ് ചെയ്യാം, ആരെങ്കിലുമൊക്കെ ക്ലിയർ ചെയ്യണം. വേറൊരു സാധനങ്ങളും പുള്ളിക്കാരുടെ ഇല്ല. 1.5 ലിറ്റർ വെള്ളം മാത്രമേ ഉള്ളൂ. അവിടെ വൈൽഡ് ആനിമൽസ് ഉള്ള ഏരിയ ആണെന്നറിയാം, വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഏരിയ ആണെന്നറിയാം. രാത്രി ആയി കഴിയുമ്പോഴേ കാടിൻ്റെ ഭാവം മാറും. പലർക്കും അറിയാം, ഭീകരതയാണ്, ഭീകരത. എത്ര പേടിയില്ലെന്ന് പറഞ്ഞാലും രാത്രി ഒറ്റയ്ക്ക് നമുക്ക് കാട്ടിനകത്ത് താമസിക്കാൻ വലിയ പേടിയാണ്. ശരണ്യ ഫസ്റ്റ് നൈറ്റ് 6:30 ഏതോ ഒരു അരുവിയുടെ സൈഡിലെത്തി അവിടെ സ്റ്റേ ചെയ്തു. ഇറ്റ്സ് ഓക്കെ, എങ്ങനെങ്കിലും സ്റ്റേ ചെയ്തെന്ന് വെക്കാം. നെക്സ്റ്റ് ഡേ എങ്ങനെയായിരിക്കും? ഒരു സർവൈവലിന് വേണ്ടി ശ്രമിക്കുന്ന ആൾ എന്തായിരിക്കും? എങ്ങനെയെങ്കിലും ആളുള്ള സ്ഥലത്ത് എത്താൻ ശ്രമിക്കും. സൗണ്ട് വെച്ചിട്ടോ നേരത്തെ പോയ വഴി കണ്ടുപിടിച്ചിട്ടോ. ശരണ്യ പറഞ്ഞ ഉത്തരവുണ്ട്, എനിക്ക് കാലുവേദനയായിരുന്നു, അതുകൊണ്ട് ആ ദിവസവും ഞാൻ അവിടെ റെസ്റ്റ് ചെയ്തു. ഇത് സുഖവാസ കേന്ദ്രമല്ല, കൊടുങ്കാടാണ്. അപ്പം അവിടെ റെസ്റ്റ് ചെയ്തു ശരണ്യ. നെക്സ്റ്റ് ഡേ ഡ്രോൺ വരുമോ എന്ന് നോക്കിയിരുന്നെന്ന്. ആ ദിവസവും പുള്ളിക്കാരി അവിടെ സ്റ്റേ ചെയ്തെന്നാണ് പറയുന്നത്, കൊടുങ്കാടിനകത്ത്. 3-ാമത്തെ ദിവസം പോകാൻ ശ്രമിച്ചപ്പോൾ മഴ പെയ്തു പോലും, ഡ്രസ്സൊക്കെ വെറ്റായിരുന്നു. അതുകൊണ്ട് പുള്ളിക്കാരി അവിടെ സ്റ്റേ ചെയ്തു. 4-ാമത്തെ ദിവസമാണ് നമുക്ക് കണ്ടെത്താൻ സാധിച്ചത്. ഒരിക്കലും ഒരു സർവൈവൽ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളുടെ മൈൻഡ് സെറ്റ് അല്ല ശരണ്യയ്ക്ക്. അതിനകത്ത് എന്തൊക്കെയോ മിസ്സിംഗ് ഡോട്ട്സ് ഉണ്ട്. അത് നമ്മൾ കണ്ടെത്തണം. കണ്ടെത്തിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം പറയാൻ ഒരാൾക്ക് താല്പര്യമില്ലേ, നമുക്ക് പറയിക്കാനൊന്നും അതിൻ്റെ ആവശ്യമില്ല. ഓരോരുത്തരുടെ പേഴ്സണൽ റീസൺസ് ആണ്. പക്ഷേ ഇത് കണ്ടിരിക്കുന്ന എല്ലാവരും മണ്ടന്മാരാവരുത്. കാരണം ഒരുപാട് ട്രക്കിംഗ് ചെയ്താണ് ഞാൻ. ഒരുപാട് ട്രക്കിംഗ് ചെയ്യുന്നവർ എനിക്ക് അറിയുകയും ചെയ്യാം. അപ്പം അതിനകത്ത് ഒരുപാട് അറിയാത്ത ആൾക്കാരുണ്ട്. അവർ വിചാരിച്ചിരിക്കുന്നത് 3 ദിവസം ഈസിയാണ് കാട്ടിനകത്ത് സ്റ്റേ ചെയ്യാൻ. വളരെ സിമ്പിളാണെന്ന് വിചാരിച്ചിരിക്കുന്നത്. 3 ദിവസം ഭക്ഷണമില്ല, ഓർക്കണം. അതെന്തെങ്കിലും ആയിക്കോട്ടെ, ഭക്ഷണമില്ല 2 ആഴ്ച വരെ ജീവിക്കാൻ പറ്റും. പക്ഷേ ആ ഒരു ക്ഷീണമൊന്നും ശരണ്യയുടെ മുഖത്ത് ഞാൻ കണ്ടില്ല. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയോ മിസ്സിംഗ് ഡോട്ട്സ് ഉണ്ട്. എനിക്ക് വന്ന സംശയങ്ങൾ പറഞ്ഞേ ഉള്ളൂ. ട്രക്കിംഗ് ഹൈക്കിംഗ് പോകുന്നത് നല്ലത് തന്നെ, പക്ഷേ ഗ്രൂപ്പായിട്ട് പോവുക, സേഫായിട്ട് പോവുക, തിരിച്ചു വരിക. ഏതെങ്കിലുമൊക്കെ അപകടം ഉണ്ടാകുന്നത് പോലെയല്ല നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നത്. ഭയങ്കര ഭീകരമായിട്ടുള്ള അവസ്ഥയാണ്. തിരിച്ചു വരുമ്പോൾ നമുക്കൊരു റിലീഫുണ്ട്. ആ റിലീഫൊന്നും ഞാൻ ഈ റെസ്ക്യൂ ചെയ്ത ആളുടെ മുഖത്തൊന്നും കണ്ടില്ല. വളരെ സിമ്പിളായിട്ടാണ് പുള്ളിക്കാരി 1/2 ലിറ്റർ വെള്ളമേ ഉള്ളായിരുന്നു എന്ന് പറഞ്ഞത്. ക്ഷീണമൊന്നും ഞാൻ കണ്ടില്ല. സോ നമുക്കിത് ചർച്ച ചെയ്യാം. ഓപ്പൺ ടു യു. ഓക്കെ, അപ്പൊ നമുക്ക് തോന്നിയ സംശയങ്ങളൊക്കെ തന്നെയാണ് ഷെയ്ഖ് ഹസനും പങ്കുവെക്കുന്നത്. സ്വാഭാവികം. ശരണ്യയുടെ സംസാരവും ക്ഷീണമില്ലാത്ത മുഖവും ഒക്കെ കാണുന്ന സമയത്ത് ആർക്കാരും ഇങ്ങനെ സംശയം തോന്നിപ്പോകാം. പക്ഷെ എന്ന് കരുതി ശരണ്യ വെറുതെ വന്നിരുന്ന് നുണ പറയുകയാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല കേട്ടോ. ബെന്യാമിൻ പറഞ്ഞ പോലെ നാം അനുഭവിക്കാത്തതല്ല നമുക്ക് വെറും കെട്ടുകഥകളായി തോന്നാം. അതെങ്ങനെയാണ്? അതുകൊണ്ട് തന്നെ ശരണ്യെ നമ്മൾ പൂർണ്ണമായി അവിശ്വസിക്കുന്നൊന്നുമില്ല. പക്ഷെ നമ്മുടെ ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചു എന്ന് മാത്രം. ഒരുപക്ഷെ ഇത്തരം സിറ്റുവേഷനെല്ലാം സർവൈവ് ചെയ്യാനുള്ള ഒരു കാലിബർ അവൾക്ക് ഉണ്ടായിരുന്നിരിക്കാം. എല്ലാവരും ഇത്തരം സിറ്റുവേഷനിൽ പാനിക് ആയിക്കൊള്ളണമെന്നില്ലല്ലോ. ചിലർ കൂളായി ഹാൻഡിൽ ചെയ്തേക്കാം. ആ രീതിയിൽ നമുക്ക് ചിന്തിക്കാം. എന്തായാലും എന്തെങ്കിലും ഉടായ്പ നടന്നിട്ടുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ തെളിയുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കാത്തിരിക്കാം. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.